ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾ കാത്തിരിക്കുന്ന നമ്മുടെ ഫിഫ വേൾഡ് കപ്പ് ഇതാ വീണ്ടും തുടങ്ങാനായിട്ട് പോവുകയാണ്. ഇത്തവണ ഖത്തറിലാണ് നടക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഈ ഒരു കാൽപന്ത് കളി എങ്ങനെയാണ് ടെക്നോളജിയുടെ സഹായം വെച്ച് ഇത്രയധികം വലിയ അഡ്വാൻസ്മെന്റ്സും ഡെവലപ്മെന്റ്സും വന്നത് എന്നുള്ളതാണ്. അഞ്ചാമത്തേത് സ്മാർട്ട് ബോൾ. നമ്മൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ, ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോളിനെ ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് ഒരു റെഫറിക്ക് പറ്റാവുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണി. ബോളിനെ ട്രാക്ക് ചെയ്യുന്നത് മാത്രമല്ല, സൈഡിലുള്ള ലൈനിൽ നിന്നും പുറത്തേക്ക് പോയോ അത് ഔട്ടാണോ ഇന്നാണോ ഗോളാണോ എന്നിങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് ഫീൽഡിലുള്ള റെഫറിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായപ്പോൾ കണ്ടുപിടിച്ച ഒരു ടെക്നോളജിയാണ് സ്മാർട്ട് ബോൾ. സോ ജർമ്മൻ കമ്പനി ആയിട്ടുള്ള കെയ്റോസ് ടെക്നോളജിയും അഡിദാസും കൂടെ കൊളാബറേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തു ഒരു NFC ബോൾ. നമ്മുടെ ഫുട്ബോൾ ഫീൽഡിന്റെ ചുറ്റും NFC അഥവാ നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ റീഡറുകൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മുടെ ബോൾ ഫീൽഡിലൂടെ പാസ് ചെയ്യുമ്പോൾ ഈ ഒരു NFC റീഡറുകളിലൂടെയുള്ള സിഗ്നൽസ് വഴി നമുക്ക് കൃത്യമായിട്ട് ബോള് ഫീൽഡിൽ എവിടെയാണ് എന്ന് പിൻ പോയിന്റ് ചെയ്യാൻ പറ്റും എന്ന് മാത്രമല്ല, അഥവാ ബോൾ ഡ്രിബിൾ ചെയ്ത് പോകുമ്പോൾ അറിയാതെ ഔട്ട്ലൈനിന്റെ പുറത്തേക്ക് പോയി എങ്കിൽ കൃത്യമായിട്ട് റെഫറിയുടെ വാച്ചിൽ വൈബ്രേഷൻ കൊടുത്ത് അലർട്ട് ചെയ്യുകയും ചെയ്യും. നാലാമത്തത് ഗോൾ ലൈൻ ടെക്നോളജി. ഒരു റെഫറിയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് ബോൾ ഗോൾ പോസ്റ്റിനകത്തേക്ക് കയറിയോ ഇല്ലയോ എന്നറിയുന്നത്. ചില ടൈറ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ബോളൊക്കെ ചിലപ്പോൾ ഹെഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗോളി തട്ടിക്കളയുമ്പോൾ ചിലപ്പോൾ ഗോൾ ലൈനിന്റെ ഉള്ളിൽ നിന്നും തട്ടിക്കളയുന്ന സന്ദർഭങ്ങൾ വന്നിട്ടുണ്ടാവും. പക്ഷേ ഫീൽഡിലുള്ള റെഫറിയുടെ പരിമിതികൾ കാരണം ഇത് കണ്ടു എന്ന് വരില്ല. സോ പലപ്പോഴും ഗോളാണോ അല്ലയോ എന്നറിയാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഇരിക്കെയാണ് വേൾഡ് കപ്പ് 2014 ബ്രസീലിൽ നടന്ന ആ ഒരു വേൾഡ് കപ്പിൽ ഗോൾ ലൈൻ ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഏകദേശം 500 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന 14 ക്യാമറകളാണ് ആ ഒരു ഗോൾ ലൈനിന്റെ അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഒരു ബോൾ ഗോളിലേക്ക് വരുന്ന ആ ഒരു സമയത്ത് ആ ഒരു ലൈൻ ക്രോസ് ചെയ്യുന്ന ആ ഒരു ഇടവേളയിൽ ഈ ക്യാമറകളെല്ലാം തന്നെ ക്യാപ്ചർ ചെയ്ത് ആ ഒരു ഗോൾ പോസ്റ്റിന്റെയും ബോളിന്റെയും ഒരു 3D ഇമേജ് പ്രോസസ്സ് ചെയ്തെടുക്കും. ആൻഡ് അതിലൂടെ കൃത്യമായിട്ട് ബോൾ ആ ഒരു ഗോളിന്റെ ലൈൻ മുഴുവനായിട്ട് കടന്നോ അതോ പകുതിയാണോ കടന്നത്, കടന്നില്ലേ എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് റെഫറിക്ക് അറിയാനായിട്ട് പറ്റും. എഗെയിൻ വാച്ചിനകത്ത് ഗോൾ വരുമ്പോൾ വൈബ്രേഷനും അടിക്കും. മൂന്നാമത്തത് ഹോക്ക് ഐ ടെക്നോളജി. സോ UK ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഹോക്ക് ഐ ഇന്നോവേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് 2001 ഈ ഒരു ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതായത് ഫീൽഡിൽ ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് നമ്മൾ TV-യിൽ കാണുമ്പോൾ ബ്രോഡ്കാസ്റ്റ് വ്യൂ ആണ് കാണുന്നത്. അഥവാ ഒരു വ്യക്തി ഓഡിയൻസിന്റെ സൈഡിൽ ഇരുന്ന് ഫുട്ബോൾ കളി കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു വ്യൂ ആണ് നമുക്ക് തരുന്നത്. പിന്നീടുള്ളത് എൻഡ് ടു എൻഡ് വ്യൂ ആണ്. അഥവാ ഗോൾ പോസ്റ്റിന്റെ പുറകിലിരുന്നാണ് കളി കാണുന്നതെങ്കിൽ ആ ഒരു രീതിക്ക് കാണാനായിട്ട്. പക്ഷേ ഈ ഒരു ഹോക്ക് ഐ ടെക്നോളജി വഴി നമുക്ക് വാനത്തിലൂടെ പറക്കുന്ന ഒരു പരുന്ത് എങ്ങനെയാണോ ഫുട്ബോൾ കളി കാണുന്നത് ആ ഒരു രീതിക്ക് കാണാൻ പറ്റുന്ന രീതിക്കാണ് ഹോക്ക് ഐ വർക്ക് ചെയ്യുന്നത്. ഇതിനായിട്ട് 600 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ റെക്കോർഡ് ചെയ്യുന്ന 3 ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഒരെണ്ണം ഈ സൈഡിലുള്ള ഗോൾ പോസ്റ്റിന്റെ അവിടെ, ഒരെണ്ണം മറ്റേ സൈഡിലുള്ള ഗോൾ പോസ്റ്റിന്റെ അവിടെയും. മൂന്നാമത്തെ ക്യാമറ ഏറ്റവും മുകളിൽ പറന്ന് നടക്കുകയും ചെയ്യും കേബിളിന്റെ സഹായത്തോടു കൂടി. ഇതിലൂടെ കൃത്യമായിട്ട് ഓരോ പ്ലെയറും ഫീൽഡിൽ എവിടെയാണെന്നും ബോൾ ഇന്ന സമയത്ത് കൃത്യമായിട്ട് ഏത് പൊസിഷനിലാണെന്നും TV-യിലൂടെയും അതേപോലെ തന്നെ റെഫറീസിലും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. രണ്ടാമത്തത്, ചില സന്ദർഭങ്ങളിൽ ഫുട്ബോൾ കളി വളരെ പെട്ടെന്ന് നടക്കുന്ന കളി ആയതുകൊണ്ട് ചില ഫൗളുകളോ ചില മിസ്റ്റേക്കുകളോ റെഫറിയുടെ കണ്ണിൽ പെട്ടില്ല എന്ന് വരും. ഈ സമയത്ത് ഫുട്ബോൾ ഫീൽഡിലുള്ള പ്ലെയേഴ്സ് എല്ലാം ഇല്ല ഇത് ഫൗളാണ് അതാണെന്ന് പറഞ്ഞ് അപ്പീൽ ചെയ്യുന്ന സമയത്ത് റെഫറികൾക്ക് കൺഫ്യൂഷൻ ആയിരുന്നു എന്താണ് അവിടെ നടന്നതെന്ന്. ഇത് പരിഹരിക്കാനായിട്ട് 2018 റഷ്യയിൽ നടന്ന വേൾഡ് കപ്പിൽ വീഡിയോ അസിസ്റ്റ് റെഫറി കൊണ്ടുവന്നു. സോ വീഡിയോ അസിസ്റ്റ് റെഫറി എന്ന് പറയുന്നത് ഫുട്ബോൾ ഫീൽഡിന്റെ സൈഡിൽ തന്നെ ഒരു ചെറിയ TV വെച്ചിട്ടുണ്ടാവും. എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള സമയത്ത് അപ്പീൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫീൽഡിലുള്ള ആ ഒരു റെഫറി പോയിട്ട് ഈ ഒരു വീഡിയോ സ്ക്രീനിൽ പോയി നോക്കിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും പ്രോബ്ലം ഉണ്ടായോ ഇല്ലയോ എന്ന്. പക്ഷേ എങ്ങനെ? സോ ഇതിനായിട്ട് ഒരു വീഡിയോ അസിസ്റ്റ് റെഫറിയും 3 ഹെൽപ്പേഴ്സും 4 റീപ്ലേ ഓപ്പറേറ്റേഴ്സും 33 ക്യാമറ ഫീഡ് അടങ്ങുന്ന ഒരു സിസ്റ്റവുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല ഓഫ് സൈഡ് കണ്ടുപിടിക്കാനായിട്ട് 2 മൂവിംഗ് ക്യാമറകളും റെഫറിയെ തന്നെ പോയിന്റ് ചെയ്ത് ഓടുന്ന 2 റെഫറി ക്യാമറകളും കൊടുത്തിട്ടുണ്ട്. സോ റെഫറി എടുക്കുന്ന ഡിസിഷന് എല്ലാവരും കാണാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഏറ്റവും ഒന്നാമത്തത് ഇലക്ട്രോണിക്സ് പെർഫോമൻസ് ട്രാക്കിംഗ് സിസ്റ്റം അഥവാ EPTS. ചില സമയത്ത് ഫുട്ബോൾ കളി കാണുമ്പോൾ ടീഷർട്ട് ഊരുന്ന സമയത്ത് പ്ലെയേഴ്സിന്റെ മേത്ത് ഒരു വെസ്റ്റ് അഥവാ ബോഡി ആർമർ പോലത്തെ ഒരു സാധനം കെട്ടിവെച്ചിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. ഇത് ആക്ച്വലി അവരുടെ പെർഫോമൻസ് മോണിറ്റർ ചെയ്യാനായിട്ടുള്ള ഒരു വെസ്റ്റ് ആണ്. ഈ വെസ്റ്റിനകത്ത് നമുക്ക് ഹാർട്ട് റേറ്റ് സെൻസർ ഉണ്ട്, SpO2 സെൻസർ ഉണ്ട്, ആക്സലറോമീറ്റർ, ഗൈറോമീറ്റർ, സ്വെറ്റ് സെൻസർ എന്നിങ്ങനെ ഇഷ്ടം പോലെ സെൻസേഴ്സ് നമ്മുടെ ആ ഒരു പ്ലെയറിന്റെ മൈക്രോ ഡേറ്റ കളക്ട് ചെയ്ത് ഈ ഒരു ഡേറ്റ ആ ഒരു ടീമിന്റെ മാനേജറിനും അതേപോലെ ഹെൽത്ത് കോച്ചിനും എല്ലാം കൊടുത്ത് കൃത്യമായിട്ട് ആ ഒരു ടീമിന്റെ പെർഫോമൻസ് എങ്ങനെയാണ്, സ്റ്റാമിന എങ്ങനെയാണ്, എത്ര നേരം നിൽക്കാൻ പറ്റും, എത്ര വേഗത്തിൽ ഓടാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ട്രാക്ക് ചെയ്ത് മൊത്തം ടീമിന്റെ പെർഫോമൻസ് സുഖമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജിയാണ്. ആൻഡ് ഈ ടെക്നോളജി വഴി പ്ലെയേഴ്സിന് അവരവരുടെ സ്റ്റാറ്റ്സ് ഇംപ്രൂവ് ചെയ്യാനായിട്ടും പറ്റും, കൃത്യമായിട്ട് ബോൾ കൺട്രോൾ ചെയ്യുന്നുണ്ടോ എന്ന് പറയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഒരു മാച്ച് നടക്കുന്ന സമയത്ത് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ടും ഈ ഒരു ടെക്നോളജി സഹായിക്കും. എന്തായാലും ഇത്തവണത്തെ വേൾഡ് കപ്പിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ടീം അർജന്റീന
അർജന്റീനയാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാണ് എന്ന് ജസ്റ്റ് താഴെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.